ഹായ് ഡിയർ മക്കളെ, വെൽക്കം ടു പൈറസ് ലേണിംഗ് അക്കാഡമി. ഇസ്മി അനന്തു. മക്കളെ, 2024 നമ്മുടെ പബ്ലിക് എക്സാമിനും എക്സാമിനും ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇൻവേഴ്സ് ട്രിഗ്നോമെട്രി എന്ന് പറയുന്ന സെക്കൻഡ് ചാപ്റ്ററിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ മക്കളെ. ഇതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. സിംപ്ലിഫൈ ചെയ്യുക. ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ നന്നായിട്ട് പഠിച്ചോളാം കേട്ടോ. ഇത് കുറേ തവണ റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ്. ആ പാട് ഇൻവേഴ്സ് ട്രിഗ്നോമെട്രി നിന്ന് വളരെ കുറച്ച് മാർക്കിനാണ് നമുക്ക് വെയിറ്റേജ് ഉള്ളത് അല്ലേ. ഇത്തവണ വളരെ കുറച്ച് 3 മാർക്കിനാണ് നമ്മുടെ വെയിറ്റേജ്. അപ്പോൾ എന്തായാലും ഒരു ക്വസ്റ്റ്യനെ ചോദിക്കത്തുള്ളൂ. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നന്നായിട്ട് പഠിച്ചോണം. ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, കഴിഞ്ഞ വർഷം ചോദിച്ചു എന്ന് പറഞ്ഞ് ഇത്തവണ ചോദിക്കത്തില്ല എന്നൊന്നുമില്ല. സെയിം ക്വസ്റ്റ്യൻ തന്നെ റിപ്പീറ്റ് ആയിട്ട് അടുപ്പിച്ച് 3-4 തവണ ചോദിച്ച വർഷങ്ങളുണ്ട് കേട്ടോ. LPP എന്ന് പറഞ്ഞ ഗ്രാഫിൻ്റെ ആ ക്വസ്റ്റ്യൻ 3 തവണ 4 തവണ അടുപ്പിച്ച് തന്നെ ഒരേ ക്വസ്റ്റ്യൻ ചോദിച്ച വർഷങ്ങളുണ്ട് കേട്ടോ മക്കളെ. അതുകൊണ്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻ എപ്പോഴും വർക്കൗട്ട് ചെയ്യണം, നല്ലതാണ് മക്കൾ. ഈ ഒരു ക്വസ്റ്റ്യൻ പലർക്കും ടഫ് ആണെന്ന് പറഞ്ഞ് മാറ്റി വെക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, പക്ഷേ സിമ്പിൾ കാര്യമാണ് കേട്ടോ. ഓക്കെ, നമുക്ക് നോക്കാം. ഈ ഒരു ക്വസ്റ്റ്യൻ സിംപ്ലിഫൈ ചെയ്യാന്ന് പറഞ്ഞാൽ നോക്കിക്കോണേ. നമ്മൾ ആദ്യം തന്നെ ടാൻ ഇൻവേഴ്സ് എടുത്തെഴുതുക. ടാൻ ഇൻവേഴ്സ് എടുത്തെഴുതുന്നതിന് മുമ്പ് മക്കളെ, ഇവിടെ നമുക്ക് ഇത് ശരിക്കും പറഞ്ഞാൽ ഉദ്ദേശിക്കണതെന്ന് പറഞ്ഞാൽ ഈ ഒരു ടേം ഇല്ലേടാ, ഇതിനെ നമുക്ക് ടാനിൻ്റെ ടേമിലാക്കുവാണെങ്കിൽ ടാൻ ഇൻവേഴ്സും ടാനും ക്യാൻസൽ ആയി പോകും. അപ്പോൾ നമ്മുടെ ഉദ്ദേശം ഇതിനെ നമുക്ക് ടാൻ ആക്കി മാറ്റുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. ഈ ക്വസ്റ്റ്യൻ മനസ്സിലാകാത്തവരുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക. ചോദിക്കുവാണെങ്കിൽ ഇതേ ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ 3 മാർക്ക് നിങ്ങൾക്ക് എവിടെയും പോകത്തില്ല. അതുകൊണ്ടാണ് മക്കളെ ഞാനിവിടെ ആദ്യം ചെയ്യാൻ പോകുന്നത് പുട്ട് എക്സിന് ടാൻ തീറ്റയെന്ന് ഇട്ട് കൊടുക്കുന്നു. ഓക്കെ, എക്സിന് ഞാൻ ടാൻ തീറ്റയെന്ന് ഇട്ട് കൊടുക്കുന്നു. അപ്പോൾ ഈ ടാൻ ഇപ്പുറത്തേക്ക് വരുമ്പോൾ എന്താകും? ടാൻ ഇൻവേഴ്സ് ഈക്വൽ ടു ഇപ്പുറത്തേക്ക് ട്രിഗ്നോമെട്രി അവിടെ നിന്ന് പറിച്ചെടുക്കുമ്പോൾ ഇപ്പുറത്തേക്ക് വരുമ്പോൾ ഇൻവേഴ്സ് ട്രിഗ്നോമെട്രി ആകുമെന്ന് ഓർത്തിരിക്കുക. ശരിക്കും പറഞ്ഞാൽ രണ്ട് സൈഡിലും ടാൻ ഇൻവേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാന്നുള്ള കൺസെപ്റ്റാണ്. പക്ഷേ തീറ്റയിൽ നിന്ന് ടാൻ ഇപ്പുറത്തേക്ക് എടുക്കുമ്പോൾ ടാൻ ഇൻവേഴ്സ് ആകും. അപ്പോൾ ഇതെന്ത് കിട്ടും? എനിക്ക് ടാൻ ഇൻവേഴ്സ് എക്സ് എന്ന് കിട്ടും. അപ്പുറത്ത് തീറ്റ മാത്രം, ടാനിന് ഇപ്പുറത്തേക്ക് എടുത്തു. അങ്ങനെയാണ് നമുക്ക് എക്സിന് പകരം എക്സ് ഉള്ളിടത്തത് ഇവിടെ എക്സ് ഉണ്ട്, ഇവിടെ എക്സ് ഉണ്ട്, അവിടെയൊക്കെ നമുക്ക് എന്തിട്ട് കൊടുക്കാം? ടാൻ തീറ്റ ഇട്ട് കൊടുക്കാം. അപ്പോൾ എന്ത് വരും ഇവിടെ മക്കളെ നോക്കിയേ? റൂട്ട് ഓഫ് 1 പ്ലസ് എക്സിന് പകരം ടാൻ തീറ്റ. അപ്പോൾ ഇത് 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ മൈനസ് 1 ഡിവൈഡഡ് ബൈ എക്സിന് പകരം ടാൻ തീറ്റ ഡിവൈഡഡ് ബൈ ടാൻ തീറ്റ. ഓക്കെ, സെറ്റ്. സെക്കൻഡ് സ്റ്റെപ്പിൽ നോക്കി, ഈ 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ എന്ന് പറയുന്നത് നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോടാ? 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ മനസ്സിലാക്കേണ്ട കാര്യമാണ്. എന്താണ് 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ എന്ന് പറയുമ്പോൾ? അത് സീക്ക് സ്ക്വയർ തീറ്റയാണ്. സീക്ക് സ്ക്വയർ തീറ്റയാണ് നമ്മൾ 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ എന്ന് പറയുന്നത്. ഓർത്ത് വെച്ചോണം, ഇത് സീക്ക് സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞാൽ 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ. സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ 1 അല്ലേ? അതേപോലെ ഉള്ളൊരു ഐഡൻറ്റിറ്റിയാണ് ഇത്. അപ്പോൾ ടാൻ സ്ക്വയർ തീറ്റയ്ക്ക് പകരം 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റയ്ക്ക് പകരം നമുക്ക് എന്തിട്ട് കൊടുക്കാം? സീക്ക് സ്ക്വയർ തീറ്റ എന്നിട്ട് കൊടുക്കാം. അപ്പോൾ അടുത്ത സ്റ്റെപ്പ്, ഓരോ സ്റ്റെപ്പും എൻ്റെ കൂടെ തന്നെ എല്ലാ മക്കളും പഠിച്ചു. ഇത് കാണാപ്പണം പഠിക്കില്ല, ഇത് ഇങ്ങനെ ചെയ്ത് പഠിക്കുക. അപ്പോൾ നമുക്ക് ഓരോ സ്റ്റെപ്പും നമ്മുടെ മനസ്സിലേക്ക് വരും. അടുത്ത് ഞാൻ എന്ത് ചെയ്യാൻ പോണു? റൂട്ട് ഓഫ് 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റയ്ക്ക് പകരം ഞാൻ സീക്ക് സ്ക്വയർ തീറ്റ എന്ന് ഇട്ട് കൊടുക്കുന്നു. മൈനസ് 1 ഡിവൈഡർ ബൈ താഴത്ത് അത് തന്നെ ടാൻ തീറ്റ. എടാ മക്കൾ, അടുത്ത സ്റ്റെപ്പിൽ നിങ്ങൾ ശ്രദ്ധിച്ചേ, ഈ സ്ക്വയർ എന്ന് പറയുന്നത് റൂട്ടിൻ്റെ അകത്ത് സ്ക്വയർ വരുമ്പോൾ ആ സ്ക്വയർ അങ്ങ് പോകും അല്ലേ. അടുത്ത സ്റ്റെപ്പിൽ ഞാൻ ആ സ്ക്വയർ മാറ്റിയിട്ട് എഴുതുവാണ്. ടാൻ ഇൻവേഴ്സ് നമ്മുടെ ആ സ്ക്വയർ പോകും കേട്ടോ. സീ സ്ക്വയർ എന്നുള്ളത് റൂട്ടിൻ്റെ അകത്തുനിന്ന് നമ്മൾ പുറത്തേക്ക് എടുക്കുമ്പോൾ വെറും സീക്ക് ആകും. കാരണം റൂട്ടിൻ്റെ അകത്ത് എക്സ് സ്ക്വയർ വന്നാൽ വെറും എക്സ് അല്ലേ. അപ്പോൾ റൂട്ടിനകത്ത് സീക്ക് സ്ക്വയർ വന്നാൽ വെറും സീക്ക് ആകും. അപ്പോൾ ഇത് സീക്ക് തീറ്റ എന്നാകും. -1 ബൈ ടാൻ തീറ്റ. ഓക്കെ അല്ലേ? ഇവിടം വരെ ഓക്കെ അല്ലേടാ? യെസ്. ഇനി ഞാൻ എഴുതാൻ പോണ നോക്കിക്കോണേ. ഈ സീക്ക് തീറ്റ എന്ന് പറയുന്നത് 1 ബൈ കോസ് എന്ന് എഴുതാമല്ലോ. എനിക്ക് സീക്കിനെ 1 ബൈ കോസ് എന്ന് എഴുതാം. കാരണം സീക്ക് എന്ന് പറഞ്ഞാൽ കോസിൻ്റെ റെസിപ്രോക്കലാണ്. അപ്പോൾ എനിക്ക് സീക്ക് തീറ്റയ്ക്ക് പകരം മക്കളെ 1 ബൈ കോസ് തീറ്റ എന്ന് എഴുതാമല്ലോ. പ്രശ്നമൊന്നുമില്ല. പിന്നെ നിങ്ങൾക്ക് അറിയാവുന്നൊരു കാര്യമാണ്, കൊച്ചു ക്ലാസ് ആയിട്ട് പഠിക്കേണ്ട മറ്റൊരു കാര്യമാണ്, ടാൻ തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? സൈൻ തീറ്റ ബൈ കോസ് തീറ്റ അല്ലേ. അപ്പോൾ ഇത് രണ്ടും ഞാൻ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുവാണേ. ഇവിടുത്തെ സീക്കിന് പകരം ഞാൻ എഴുതാൻ പോകണം നോക്കിക്കോണേ. ടാൻ ഇൻവേഴ്സ് സീക്കിന് പകരം എന്താ ചെയ്യാൻ പോകണം നോക്കി? സീക്കിന് പകരം 1 ബൈ കോസ് തീറ്റ എന്ന് ഇട്ട് കൊടുക്കുന്നു. -1 ബൈ മക്കളെ ഞാൻ എന്താ ചെയ്ത് നോക്കി? ഈ സീക്കിന് പകരം ഞാൻ 1 ബൈ കോസ് ഇട്ട് കൊടുത്തു, -1 അതേപോലെ എഴുതി. ഇനി ടാൻ തീറ്റയ്ക്ക് പകരം ടാൻ തീറ്റ എന്താണ്? സൈൻ തീറ്റ ബൈ കോസ് തീറ്റ ഇട്ട് കൊടുക്കുന്നു. സൈൻ തീറ്റ ബൈ കോസ് തീറ്റ.
ഓക്കെ അല്ലേ? ഇവിടം വരെ ഓക്കെ അല്ലേ? ഓരോ സ്റ്റെപ്പ് നന്നായിട്ട് അങ്ങ് ശ്രദ്ധിച്ച് പോടാ. നെക്സ്റ്റ് സ്റ്റെപ്പിൽ ടാൻ ഇൻവേഴ്സ് ഇവിടെ ഞാൻ LCM എടുക്കാൻ പോവാണ്. കോസ് തീറ്റ ഇൻറ്റു 1 കോസ് തീറ്റ. പിന്നെ എന്ത് വരും? 1 മൈനസ് കോസ് തീറ്റ ഹോൾ ഡിവൈഡഡ് ബൈ എഴുതാം അല്ലേ? 1 മൈനസ് കോസ് തീറ്റ ബൈ കോസ് തീറ്റ ബൈ താഴത്തെ സൈൻ തീറ്റ ബൈ കോസ് തീറ്റ അതേപോലെ തന്നെ എഴുതുന്നു. സൈൻ തീറ്റ ബൈ കോസ് തീറ്റ. ഓക്കെ, അവിടം വരെ ഓക്കെ. ഓക്കെ അല്ലേടാ? യെസ്, അവിടം വരെ സെറ്റായിട്ടുണ്ട്. ഇവിടം വരെ നന്നായിട്ട് ഓർത്തോണം ഓരോ സ്റ്റെപ്പ്. ഇനി ചെയ്യാൻ പോകുന്ന നോക്കിക്കോണേ. ഈ കോസ് തീറ്റയും അങ്ങ് കട്ട് ചെയ്ത് കളയാം. കോസ് തീറ്റയും കട്ട് ചെയ്ത് കളയാം. ബാക്കിയുള്ള എന്തൊക്കെ വരും? ടാൻ ഇൻവേഴ്സ് 1 മൈനസ് കോസ് തീറ്റ ബൈ സൈൻ തീറ്റ എന്ന് വന്നു. ഇവിടെ വരെ പല കുട്ടികളും എഴുതും, പക്ഷെ അടുത്ത സ്റ്റെപ്പാണ് പിന്നെയും പ്രശ്നം. ഓക്കെ, ഓരോ സ്റ്റെപ്പും നമ്മൾ വന്ന കണ്ടല്ലോ. 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റയ്ക്ക് വരെ സി സ്ക്വയർ തീറ്റ ഇട്ട് കൊടുത്തു. റൂട്ടിനകത്ത് നിന്ന് സി സ്ക്വയർ മാറ്റി സീക്കാക്കി. ഇനി സീക്കിന് വരെ 1 ബൈ കോസും ടാനിന് വരെ സൈൻ ബൈ കോസും ഇട്ട് കൊടുത്തു. LCM എടുത്തു, കോസും വെട്ടിക്കളഞ്ഞു. ഇവിടെ വരെ ചെയ്തുള്ളൂ. വളരെ സിമ്പിൾ സ്റ്റെപ്പേ ആയിട്ടുള്ളൂ കേട്ടോ മക്കളെ. ഇനിയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. 1 മൈനസ് കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? 1 മൈനസ് കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ 2 സൈൻ സ്ക്വയർ തീറ്റ ബൈ 2 ആണെന്ന് ഓർത്തിരിക്കുക. ഓക്കെ, 1 പ്ലസ് കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ 2 കോസ് സ്ക്വയർ തീറ്റ ബൈ 2 ആണെന്ന് ഓർത്ത് വെക്കുക. അറിയാൻ വയ്യാത്ത കുട്ടികൾ ഇതങ്ങ് എഴുതി വെച്ചു. 1 മൈനസ് കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ 2 സൈൻ സ്ക്വയർ തീറ്റ ബൈ 2. 1 പ്ലസ് കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ 2 കോസ് സ്ക്വയർ തീറ്റ ബൈ 2. ശരിക്കും അത് കോസ് 2 തീറ്റയുടെ ഇക്വേഷൻ ഉണ്ടാക്കിയെടുക്കുന്നതാണ്. പക്ഷേ നിങ്ങൾ ഇതിങ്ങനെ തന്നെ പഠിച്ചു വെച്ചു. 1 മൈനസ് കോസ് തീറ്റ 2 സൈൻ സ്ക്വയർ തീറ്റ ബൈ 2. 1 പ്ലസ് കോസ് തീറ്റ 2 കോസ് സ്ക്വയർ തീറ്റ ബൈ 2. അപ്പോൾ ഞാൻ അടുത്ത സ്റ്റെപ്പിൽ നമ്മുടെ ഈ 1 മൈനസ് കോസ് തീറ്റയ്ക്ക് പകരം എനിക്ക് ഈ ഇക്വേഷൻ ഇട്ട് കൊടുക്കാമല്ലോ. 2 സൈൻ സ്ക്വയർ തീറ്റ ബൈ 2. അപ്പോൾ ഞാൻ ഇട്ട് കൊടുക്കാൻ പോകണം നോക്കിക്കോണേ. ടാൻ ഇൻവേഴ്സ് 1 മൈനസ് കോസ് തീറ്റയ്ക്ക് പകരം 2 സൈൻ സ്ക്വയർ തീറ്റ ബൈ 2 എന്നിട്ട് കൊടുത്തു. ബൈ ഇനി താഴത്തെ സൈൻ തീറ്റ ഉണ്ടോ, അതിനെ നമ്മൾ മാറ്റാൻ പോവാണ് മക്കളെ. നിങ്ങൾ പഠിച്ചിട്ടുള്ളൊരു ഇക്വേഷൻ മറ്റൊരു ഇക്വേഷനാണ് സൈൻ 2 തീറ്റയുടെ ഇക്വേഷൻ. എന്താടാ? 2 സൈൻ തീറ്റ കോസ് തീറ്റ എന്നല്ലേ മക്കളെ. ഇവിടെ 2 തീറ്റ വരുമ്പോൾ ഇവിടെ പകുതി തീറ്റയാവും അല്ലേ? അപ്പോൾ ഇവിടെ സൈൻ 4 തീറ്റ വരുമ്പോൾ എന്താകും? സൈൻ 4 തീറ്റ വരുമ്പോൾ ഇവിടെ 2 സൈൻ, ഇവിടെ 2 തീറ്റ വന്നപ്പോൾ ഇവിടെ പകുതി തീറ്റയായി നമ്മുടെ ഇക്വേഷൻ. അതാണ് നിങ്ങൾ പഠിച്ച ഇക്വേഷൻ. അപ്പോൾ ഇവിടെ 4 തീറ്റ വരുമ്പോൾ ഈ തീറ്റയുടെ അവിടെ പകുതി തീറ്റ വരും. 4ൻ്റെ പകുതി 2 തീറ്റ വരും. അങ്ങനെയല്ലേ? അങ്ങനെയാണെങ്കിൽ സൈൻ തീറ്റ വരുമ്പോൾ എന്ത് വരും? ഇതാണ് എൻ്റെ ചോദ്യം. 2 തീറ്റ വന്നപ്പോൾ നമ്മുടെ ഇവിടെ 2 തീറ്റ വന്നപ്പോൾ മക്കളെ മനസ്സിലാക്കണേ, നന്നായിട്ട് മനസ്സിലാക്കിപ്പോ. 2 തീറ്റ വന്നപ്പോൾ ഇവിടെ പകുതി തീറ്റ വന്നു. 4 തീറ്റ വന്നപ്പോൾ ഇവിടെ പകുതി തീറ്റ, 2 തീറ്റ വന്നു. അങ്ങനെയാണെങ്കിൽ ഒരു തീറ്റ വന്നാൽ അതിൻ്റെ പകുതി തീറ്റ വരത്തില്ലേ? 2 സൈൻ പകുതി തീറ്റ ബൈ 2 കോസ് തീറ്റ ബൈ 2 ഇങ്ങനെ വരത്തില്ലേ മക്കളെ? ഈ സംഭവമാണ് ഞാൻ ഇവിടെ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഈ ഒരു സാധനം മൊത്തം നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യാം. അപ്പോൾ സൈൻ തീറ്റയ്ക്ക് പകരം 2 സൈൻ തീറ്റ ബൈ 2 കോസ് തീറ്റ ബൈ 2 എന്ന് എഴുതാം. അത് എന്തിനാണെന്ന് പറഞ്ഞാൽ ഇപ്പം മനസ്സിലാവും. 2 സൈൻ തീറ്റ ബൈ 2 കോസ് തീറ്റ ബൈ 2. ഓക്കെ അല്ലേ? ഓക്കെയാണ് അല്ലേ? അങ്ങനെ എഴുതിയപ്പോൾ ഇവിടുത്തെ രണ്ടും വെട്ടിക്കളയാം. മുകളിൽ 2 സൈനുണ്ട്, താഴത്ത് 1 സൈനുണ്ട്. അപ്പം അതിനകത്ത് ഒരെണ്ണവും താഴത്ത് ഒരെണ്ണവും വെട്ടിക്കളയാം. മിച്ചം എന്തുണ്ടാ? മിച്ചം ടാൻ ഇൻവേഴ്സ് സൈൻ തീറ്റ ബൈ 2 ബൈ പിന്നെ താഴത്ത് ഒരു കോസ് തീറ്റ ബൈ 2 മാത്രമേ ഉള്ളൂ. കണ്ടല്ലോ? യെസ്. ഇനി സൈൻ ബൈ കോസ് എന്താണ് മക്കളെ? സൈൻ ബൈ കോസ് എന്ന് പറഞ്ഞാൽ ടാൻ അല്ലേ? കണ്ട, നമുക്ക് ടാൻ ഇൻവേഴ്സ് ടാൻ ആക്കി മാറ്റണമായിരുന്നു, ടാനായി മാറി. അതെന്തായി? ടാൻ തീറ്റ ബൈ 2 എന്നായി. സൈൻ ബൈ കോസ് എന്ന് പറയുമ്പോൾ ടാൻ ആണ്. സൈൻ തീറ്റ ബൈ 2 ബൈ കോസ് തീറ്റ ബൈ 2 എന്ന് പറയുമ്പോൾ ടാൻ തീറ്റ ബൈ 2. ടാൻ ഇൻവേഴ്സും ടാനും പോയി. സോ മിച്ചം തീറ്റ ബൈ 2. ഇനി എന്താണ് തീറ്റ? തീറ്റ എന്താണ്? നമ്മൾ തുടക്കം എഴുതി വെച്ചിട്ടുണ്ട്. തീറ്റ എന്ന് പറയുമ്പോൾ ടാൻ ഇൻവേഴ്സ് എക്സ്. അപ്പോൾ തീറ്റയ്ക്ക് പകരം നമുക്ക് ടാൻ ഇൻവേഴ്സ് എക്സ് അങ്ങ് ഇട്ട് കൊടുക്കാം. ടാൻ ഇൻവേഴ്സ് എക്സ്
1/2. സോ ദിസ് ഈസ് ദ ഫൈനൽ ആൻസർ. ഓക്കെ ആണ്. ചിലപ്പോൾ ഇത് പ്രൂവ് ദാറ്റായിട്ട് ചോദിക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടി ചോദിക്കാം. മക്കളെ നന്നായിട്ട് വീണ്ടും വീണ്ടും കാണുക, ചെയ്ത് പഠിക്കുക. ഈ ഒരൊറ്റ ക്വസ്റ്റ്യൻ 3 മാർക്കിന് ചോദിക്കാൻ സാധ്യത കൂടിയൊരു ക്വസ്റ്റ്യൻ ആണ്. പഠിച്ചിരിക്കണം. എൻ്റെ എല്ലാ മക്കളും നിർബന്ധമായിട്ടും പഠിച്ചിരിക്കേണ്ട ക്വസ്റ്റ്യൻ ആണിത്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ മാർച്ച് 2024. ഇപ്പം നമ്മൾ ചെയ്ത സേ എക്സാമിന് ചോദിച്ചതാണ്. ഇത് 2024 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. എങ്ങനെ ചെയ്യാൻ നോക്കാം. മക്കളെ ക്ലാസ് ഇഷ്ടപ്പെടണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാർക്കൊക്കെ അയച്ചു കൊടുക്കുക. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നന്നായിട്ട് എല്ലാ മക്കളും ചെയ്ത് പഠിക്കണം. ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ പ്രിൻസിപ്പൽ വാല്യൂ കണ്ടുപിടിക്കാനാണ്. സൈൻ ഇൻവേഴ്സ് 1/2. സിമ്പിളായിട്ട് ടേബിൾ നിങ്ങൾക്ക് എഴുതാൻ അറിയാമെങ്കിൽ ടേബിൾ നോക്കി ഡയറക്റ്റായിട്ട് എഴുതുക. സൈൻ്റെ വാല്യൂ 1/2 കിട്ടുന്നത് ഏത് ആംഗിളാണ്? നിങ്ങൾ ഈ ടേബിൾ ഇങ്ങനെ എഴുതി വയ്ക്കുക. സൈൻ്റെ വാല്യൂ 1/2 കിട്ടുന്നത് ഏത് ആംഗിളാണ്? 30 ഡിഗ്രി അല്ലെങ്കിൽ π/6. ഇതിൽ ഏത് വേണേൽ എഴുതി വയ്ക്കാം. 30 ഡിഗ്രി എന്ന് എഴുതിയാലും കറക്റ്റാണ്. π/6. അപ്പോൾ സൈൻ ഇൻവേഴ്സ് 1/2 എന്ന് പറഞ്ഞാൽ ആ ആംഗിളാണ് എഴുതേണ്ടത്. സൈൻ ഇൻവേഴ്സ് 1/√2 എന്ന് പറഞ്ഞാൽ ഈ ആംഗിളാണ് എഴുതേണ്ടത്. സൈൻ ഇൻവേഴ്സ് √3/2 എന്ന് പറഞ്ഞാൽ ഈ ആംഗിളാണ് എഴുതേണ്ടത്. ഇനി ടാൻ ഇൻവേഴ്സ് 1 എന്ന് പറഞ്ഞാൽ ഈ ആംഗിൾ, അതിൻ്റെ നേരെ കിടക്കുന്ന ആംഗിൾ. അപ്പോൾ സൈൻ ഇൻവേഴ്സ് 1/2 π/6 അല്ലെങ്കിൽ 30 ഡിഗ്രി. ഏത് വേണേൽ എഴുതിക്കോ. ഞാനിവിടെ π/6 എന്ന് എഴുതുന്നു, അല്ലെങ്കിൽ 30 ഡിഗ്രി, ഏത് വേണേൽ എഴുതിക്കോ. കറക്റ്റാണ്. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ കുറേ നാളുകൾ എന്ന് പറഞ്ഞാൽ ക്രിസ്മസ് എക്സാം, ഓണ എക്സാം, ഇങ്ങനെയുള്ള എക്സാമുകളും പിന്നെ പബ്ലിക് എക്സാമിനൊക്കെ റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത്? ടാൻ ഇൻവേഴ്സ്. ശ്രദ്ധിച്ചോണേ, നല്ല രസമാണ് ഇത് ചെയ്യാം. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ക്വസ്റ്റ്യനാണ് ടാൻ ഇൻവേഴ്സ്. കാരണം അകത്തേക്ക് ഓരോരോ ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ. അതെ മക്കളെ, ഇതിൻ്റെ അകത്തത് ഈ സാധനം നമുക്കിപ്പോൾ അറിയാലോ. സൈൻ ഇൻവേഴ്സ് 1/2 ഇതിപ്പോൾ കണ്ടുപിടിച്ചതല്ലേ. എത്രയാണ്? അതിന് 30 എന്ന് എഴുതാം. ഞാൻ ഇപ്പോൾ π/6 എന്ന് എഴുതുന്നു. ഓക്കെ, അപ്പോൾ അതിന് പകരം ഞാനിപ്പോൾ ഇട്ട് കൊടുക്കാൻ പോകണം. നോക്കിക്കോണേ, ടാൻ ഇൻവേഴ്സ് 2 കോസ്, പിന്നെ ബ്രാക്കറ്റിൽ 2 സൈൻ 1/2. സൈൻ ഇൻവേഴ്സ് 1/2 അതിനെ 30 എന്നിടാം, അല്ലെങ്കിൽ π/6 എന്നിടാം. ഞാനിപ്പോൾ 30 നിന്ന് ഇട്ട് കൊടുക്കണോ? ഏത് ഇട്ട് കൊടുക്കണോടാ? π/6 ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ 30 ഇട്ട് കൊടുത്തു. 30 ഇടുമ്പോൾ അത് 60 മാറും. നിങ്ങളുടെ ഇഷ്ടം. എന്തായാലും ഞാനിവിടെ 2ഉം 6ഉം കൂടെ കട്ട് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ 3 കിട്ടും. അല്ലെങ്കിൽ നിങ്ങൾ 2 × 30 60 എന്നായിക്കോളും. കോസ് 60. എനിക്കൊണ്ട് കുറച്ചുകൂടെ എളുപ്പം അതായിരിക്കും അല്ലേ. ഞാൻ 30 എന്നിടാം. അപ്പോൾ ഇവിടെ 2 × സൈൻ ഇൻവേഴ്സ് 1/2 എന്ന് പറയുമ്പോൾ 30 ഡിഗ്രി. π/6 ഇട്ട് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇനി ഇതേ ടാൻ ഇൻവേഴ്സ് 2 കോസ് 2 × 30 60 മാറി അല്ലേ. കോസ് 60 ഡിഗ്രി. ആഹാ, നല്ല രസമുള്ള ക്വസ്റ്റ്യൻ. അടുത്ത സ്റ്റെപ്പിൽ ടാൻ ഇൻവേഴ്സ് 2. എടാ മക്കളെ, കോസ് 60 എത്രയാടാ? കോസ് 60 ഡിഗ്രി എത്രയാണെന്ന് നോക്കിയേ. ടേബിളിൽ നോക്കിയേ. കോസ് 60 ഡിഗ്രി. കോസിൻ്റെ 60 ഡിഗ്രി എത്രയാണ് വാല്യൂ? 1/2. അപ്പോൾ കോസ് 60 എന്ന് പറയുന്നത് 1/2 ആണ്. ഈ 2ഉം കട്ട് ചെയ്ത് കളഞ്ഞാൽ ടാൻ ഇൻവേഴ്സ് 1 എന്ന് കിട്ടി. ടാൻ്റെ വാല്യൂ 1 കിട്ടുന്ന ഇൻവേഴ്സ് എന്ന് പറയുമ്പോൾ ആംഗിൾ എത്രയാണ്? ടാൻ്റെ വാല്യൂ 1 കിട്ടുന്ന ആംഗിൾ എത്രയാടാ? 45 അല്ലെങ്കിൽ π/4. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എഴുതാം. ഞാനിവിടെ π/4 എന്ന് എഴുതുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്ക് 45 ഡിഗ്രി എന്ന് എഴുതാം. എന്ത് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് മക്കളെ. സിമ്പിളായിട്ട് ഇത്രയും സ്റ്റെപ്പിനുള്ളിൽ ആൻസർ കിട്ടും. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ മക്കളെ. 2024 ചോദിച്ച ഇൻവേഴ്സ് ട്രിഗ്നോമെട്രി എന്നുള്ള ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കുക. ഓക്കെ, അപ്പോൾ മക്കളെ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, എഴുതി പഠിക്കുക. ഞാൻ പറഞ്ഞത് ഒരു ബുക്ക് എടുത്തിട്ട് പ്രീവിയസ് ഇയർ 2024 ഹെഡിങ് കൊടുത്ത് വെക്കുക. ഓരോ ചാപ്റ്ററിന് ഇങ്ങനെ എഴുതി പോവാം. ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ മാക്സിമം കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, കാണുക. നിങ്ങൾക്ക് ഇത് ഞാൻ ഈ ഒരു സീരീസ് കംപ്ലീറ്റ് ചെയ്താൽ നിങ്ങൾ ആവശ്യപ്പെടുവാണെങ്കിൽ 2023 ചെയ്യാം. അപ്പോൾ ഇങ്ങനെ എക്സാം വരെ നമുക്ക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സുഖമായിട്ട് പഠിച്ചു പോവാം. ഓക്കെ, അപ്പോൾ നന്നായിട്ട് എഴുതി പഠിക്കുക മക്കളെ. നെക്സ്റ്റ് ക്ലാസ്സിൽ നെക്സ്റ്റ് ചാപ്റ്ററിൻ്റെ PYQ ആയിട്ട് കാണാം. ഓക്കെ, ബൈ.